ചെറുപ്പം തൊട്ടേ മൂവി കാണുന്നതിൽ നമ്മൾ പാഷനേറ്റ് ആണ്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ മൂവി മാറാത്താനാണ് ഫ്രണ്ട്സിനോടൊപ്പം നമ്മൾ ചെയ്യുന്നത്. ഈ ഫ്രൈഡേ ഈവനിങ് തൊട്ട് സൺഡേ ഈവനിങ് വരെ കണ്ടിന്യൂസ് 10-15 മൂവീസ് കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുപോലെ തന്നെ മൂവി കാണുമ്പോൾ അതിനുള്ള ഒരു എക്സ്പീരിയൻസിൽ കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് മൊബൈലിലും TV കാണാം. പക്ഷേ ഞാൻ ഇതിനാൾ വരെ ഒരു മൂവി പോലും മൊബൈലിൽ കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു മൂവി കാണുമ്പോൾ അതിനുള്ള എക്സ്പീരിയൻസിൽ കാണണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പുതിയ വീട് ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത സമയത്ത് ക്രിക്സ് സിസ്റ്റം തന്നെ വേണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിൽ നമ്മൾ കുറേ അന്വേഷിച്ചു, ക്രിക്സ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും കിട്ടുമെന്ന് തപ്പി നടന്നു. പക്ഷേ പ്രൈസ് വൈസ് നോക്കുമ്പോൾ വളരെ എക്സ്പെൻസീവാണ് ബാംഗ്ലൂരിൽ നിന്ന്. കുറേ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ SH മീഡിയ എറണാകുളത്ത് നിന്ന് നമ്മൾ അങ്ങനെ രാഹുലെടുത്ത് സംസാരിക്കുമ്പോൾ പുള്ളിക്കുള്ള ടെക്നിക്കൽ അറിവുകളൊക്കെ നമ്മൾ കണ്ടിട്ടാണ് SH ഡിജിറ്റൽ മീഡിയയിൽ നമുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. രാഹുൽ പറയുന്ന ഒരു ഐഡിയ ആയിരുന്നു, നമുക്ക് ക്രിക്സോണിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ക്രിക്സോണിക്സ് 7.4.4 നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. SH ഡിജിറ്റൽ മീഡിയയിലെ എക്സ്പീരിയൻസ് സെൻറ്ററിൽ കണ്ടതുപോലെ തന്നെ 200 ഇഞ്ചസ് സ്ക്രീന് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മളുടെ ഡൈമെൻഷൻസ് ഒക്കെ ആൾറെഡി ഡിസൈഡ് ചെയ്ത് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ വലിയ സ്ക്രീന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 150 എങ്കിലും ചെയ്യണമെന്ന് നോക്കിയപ്പോൾ അപ്പോഴും ഡൈമെൻഷനിൽ സ്പേസ് ഇല്ല. അപ്പോൾ രാഹുൽ നേരിട്ട് വന്നു. ഇവിടെ വന്നിട്ട് പറഞ്ഞത്, സാർ നിങ്ങളൊരു 10 സെൻറ്റിമീറ്റർ എങ്കിലും എനിക്ക് വിഡ്ത്ത് കൺസ്ട്രക്ഷൻ സമയത്ത് കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പിന്നീട് ആർക്കിടെക്റ്റ് അടുത്ത് സംസാരിച്ച് നമ്മളത് ഒരു 10 സെൻറ്റിമീറ്റർ നമ്മളുടെ ടോയ്ലറ്റിൽ നിന്ന് ഒതുക്കി ഒരു കുറച്ച് 10 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് എഡ്ജ് ടു എഡ്ജ് ഫ്രെയിം ഇല്ലാത്ത രീതിയിൽ 150 രാഹുൽ ചെയ്തു തന്നായിരുന്നു. നമ്മളുടെ സിറ്റി ലൈഫിൽ ഈ സൗണ്ട് പ്രൂഫിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന അപ്പാർട്ട്മെൻറ്റിലൊക്കെ ചെറിയ വാല്യൂം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ സൗണ്ട് പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ഒരു പിൻ ഡ്രോപ്പ് ആയാലും അത്രയ്ക്ക് ക്ലാരിറ്റി ആയിട്ട് നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്ന രീതിയിൽ SH ഡിജിറ്റൽ മീഡിയ അക്വസ്റ്റിക്സ് ചെയ്തിട്ടുണ്ട്. ഈ തിയേറ്ററിൽ സ്പെഷ്യലായിട്ട് പറയുവാണെങ്കിൽ നമ്മളുടെ AVR എല്ലാം നമുക്ക് ബാക്കിലോട്ട് നമ്മൾ മാറ്റി. അപ്പോൾ അതിൽ മാറ്റുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മൂവി നമ്മൾ കാണുമ്പോൾ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഒരു ചെറിയ AVRൽ നിന്ന് വരുന്ന ഒരു ലൈറ്റോ അല്ലെങ്കിൽ അവിടെ ഒരു സ്പീക്കർ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ഡിസ്റ്റർബൻസോ ഇങ്ങനെ നമുക്ക് ഒന്നും ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് SH ഡിജിറ്റൽ മീഡിയ ചെയ്തത്. I'm really happy about the final output of this project. Actually ആദ്യം എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, SH ഡിജിറ്റൽ മീഡിയ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിൽ വന്ന് അവരിന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന്. I can say comparing to any other project what I have experienced, സൗണ്ട് ക്വാളിറ്റി ആയാലും പിക്ചർ ക്വാളിറ്റി ആയാലും ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് SH ഡിജിറ്റൽ മീഡിയ നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. So I'm very happy about the end result.